ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഹമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഹമ്മൂസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അതേപോലെ നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ആദ്യം നമുക്ക് വെള്ളക്കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. 4 വിസിൽ കൊടുത്ത് പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളക്കടല നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വെളുത്ത എള്ളൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ എള്ള് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ള് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളക്കടല ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളക്കടല ഇട്ട് കൊടുക്കാം. വെള്ളക്കടലയുടെ കൂടെ ഞാൻ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ കൂടെ നമുക്കിതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളക്കടല വേവിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ വെള്ളക്കടല നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളക്കടല വേവിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഹമ്മൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കിനി ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഹമ്മൂസ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഷവായുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കുബൂസ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.